അച്ചായൻ്റെ എല്ലാ ചങ്കുകൾക്കും നമസ്കാരം. അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു സസ്പെൻസ് ഉണ്ടെന്ന്. ആ സസ്പെൻസ് എന്താണെന്ന് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോവാം. ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് പുതിയതായിട്ട് വന്ന ഒരു അതിഥിയാണ്. ആ അതിഥി എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട അതിഥിയാണ്. കുറേ നാളായിട്ട് എൻ്റെ ഒരു ഭ്രാന്തൻ സ്വപ്നമായിരുന്നു. ഞാൻ ഈ ഒരു സംഭവത്തിനായിട്ട് ഒരു 1.5 വർഷത്തോളം ഞാൻ ശരിക്കും സ്റ്റഡി ചെയ്ത് പഠിച്ച് ഇത് ചെയ്തേക്കുന്നതാണ് സംഭവം. ഇതോ നമ്മുടെ സാധനം ഇതാണ്. ഇതെന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഇപ്പം എന്താ പറഞ്ഞത്, ഒരു വാനാണ്, വലിയ വാനാണ്. ഈ വാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം ഞാനും ആദ്യമായിട്ടാണ് കണ്ടത്. പുതിയതാണ്, ബ്രാൻഡ് ന്യൂ വാനാണ്. ഫിയറ്റ് ഡുക്കാറ്റോടെ വലിയ വാണ്. വാൻ ഞാൻ ജർമ്മനിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഈ സാധനത്തിൻ്റെ ഉദ്ദേശം, വാങ്ങിച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പുതിയത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, നാവിഗേഷനും എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ ഈ ഇതില്ലേ മൊബൈൽ വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങൾ. ഓട്ടോമാറ്റാണ്, 180 PS വണ്ടി. ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ. ശരിക്കും ഇത് വളരെ ഇതാണ്. ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് MT ആണ്. MT ഈ വാന് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യാത്രകളിൽ ഇനി കൂടുതൽ ഇത് ഈ വാനായിരിക്കും. ഈ വാനിനകത്ത് ഞാനിതൊരു കാരവാനാക്കി മാറ്റുകയാണ്. അത് കംപ്ലീറ്റ് പണിതെടുക്കാൻ 2 മാസത്തോളം സമയമുണ്ട്. ആ പണി കംപ്ലീറ്റ് നടക്കുന്നത് ഇവിടെ പോളണ്ടിലാണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ആ കമ്പനിക്കാരുമായിട്ട് സംസാരിച്ചു. ഇവർ ഈ വണ്ടി ഇത് കൺവേർഷൻ ചെയ്ത് ഫിയറ്റിൻ്റെ പ്രൊഫഷണൽ അത് എക്സ്ട്രാ മാക്സിമം ഏറ്റവും വലുപ്പമുള്ള, ഇതിൻ്റെ വലുപ്പത്തിൽ ഉയരത്തിലും നീളത്തിലും ഏറ്റവും വലിയ വണ്ടിയാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ വണ്ടിക്കകത്ത് വരുന്നത് 4 പേർക്ക് കടന്നു പോകാനുള്ള ബെഡും അതുപോലെ തന്നെ നമുക്ക് എന്താ ഒരു കാരവാനിൽ വേണ്ട സംഭവങ്ങളില്ല. വിത്ത് TV, വിത്ത് AC, മുകളിൽ ബെഡ്റൂമിൽ AC, ടോയ്ലറ്റ്, കുളിക്കാനുള്ള നിന്ന് കുളിക്കാനുള്ള ബാത്ത് ചെയ്യാനുള്ള സംഭവങ്ങൾ, അതുപോലെ കിച്ചണ്, പിന്നെ സോളാർ വെച്ചിട്ടുള്ള എല്ലാ പരിപാടികളും വെച്ചിട്ടുള്ള ഒരു ഫുൾ സെറ്റപ്പിലുള്ള ഒരു കാരവാനാക്കി മാറ്റുകയാണിത്. അതിന് 2 മാസം എടുക്കും. അപ്പോൾ അത് പണിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1300 കിലോമീറ്റർ ജർമ്മനിയിൽ നിന്ന് വണ്ടി മേടിച്ചു. എന്നിട്ട് ഇവിടെ ഓടിച്ച് വന്നിട്ട് ഇനി ഇവിടെ നാളെ കൊണ്ട് കൊടുക്കും വണ്ടി. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒരു മിഡിൽ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വണ്ടി തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ പരിപാടി അതാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ സസ്പെൻസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വണ്ടി റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോ വരുമെന്നാണ്. അന്നേരം ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഇത് മാറ്റം എന്ന് ഞാൻ കാണിച്ചു തരാം. ചിലരെങ്കിലും ഓർക്കും, ഇവനെന്തിനാണ് ഈ സാധനം ഉണ്ടാക്കാൻ പോളണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കി കിട്ടിയില്ലേന്ന്. ഏറ്റവും ചിലവ് കുറഞ്ഞ്, വളരെ പൈസ ചിലവ് കുറഞ്ഞ് പോളണ്ടിലാണ് വണ്ടി ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് കമ്പനിക്കാരുമായിട്ട് സംസാരിച്ചു. ഞാൻ പൈസയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടത്തേക്കായാലും എനിക്ക് ഒരു 30,000 എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ഫ്രാങ്കോളം, 30 ലക്ഷം ഇന്ത്യൻ രൂപയോളം വില കുറച്ചിട്ടാണ് ഞാനിവിടെ ഇതുണ്ടാക്കുന്നത്. ആ ഒരു കാര്യത്തിന് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഈ 1300 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ 2 പ്രാവശ്യം വന്നു പോയി. അതിന് വരുന്ന ചിലവ് എനിക്ക് എക്സ്ട്രാ വരും. അതുകൊണ്ട് എനിക്ക് ഇത്രയും പൈസ എനിക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞാൽ മതി, നമ്മൾ ശരിയാക്കി തരാം. ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട് അച്ഛൻ ഇനിയും വരുന്നതാണ്. അതുവരെ ബൈ.